പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ മോഹൻലാൽ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല, ആൾക്കാർ ഒഴുകി തിയേറ്ററിലേക്ക് വരും. അങ്ങനെ ഒരു കഥയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെ, കുഴപ്പമില്ല. ലൂസിഫറിന് അത്രയൊന്നും എത്തിയിട്ടില്ല. ഓക്കെ മഞ്ജു വാര്യർ അടിപൊളിയായിരുന്നു. വെൽ സൂപ്പറായിരുന്നു. കമ്പയർഡ് ടു ലൂസിഫർ ആണെങ്കിൽ ഇത് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫാണ് പിന്നെ ഇരുന്ന് കുറച്ചെങ്കിലും ഹൈപ്പ് ആണ്. അത്യാവശ്യം നല്ല ലൂസിഫറിനൊക്കെ ശേഷം നല്ല പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഇതൊന്നും അത്ര എത്തിയിട്ടില്ല ശരിക്കും. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇല്ല, അത് പൊളിറ്റിക്സ് ഉണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷേ അതിന് കുറെ കൂടെ നല്ല രീതിയിൽ എല്ലാവർക്കും എല്ലാ വിഭാഗക്കാർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ എടുത്തിരുന്നെങ്കിൽ കുറെ കൂടെ നല്ല രീതിയിൽ പോയാണ്. ഇതിനെക്കാട്ടിലും ഞാൻ പറയുന്നത് ഈ ഹൈപ്പല്ല, ആൾക്കാർ കുറെ കൂടെ കൺവിൻസിങ് ആയി എല്ലാവരും സന്തോഷമായിട്ടിരുന്ന് കാണുന്നതല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അത് കിട്ടിയേനെ, പക്ഷെ അതില്ലാണ്ട് പോയി. അതിനെ ഒരു ഇതില്ലാതാക്കിക്കളം. അത് മാത്രമേ ഉള്ളൊരു എഡിറ്റഡ് വെർഷനാണ് കണ്ടത്. അതെ, ഞങ്ങൾ മറ്റേ അതിന് മുമ്പേ ഒന്നും ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇതാണ് കണ്ടത്. പിന്നെ പലതിലും പറഞ്ഞ് കേട്ടെടുത്തോളം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ. പക്ഷേ ഇത് ഇറങ്ങിയതിന് മുമ്പേ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കൂടെയൊക്കെ വിചാരിക്കും. പൊതുവേ ഞങ്ങൾ മോഹൻലാലിൻ്റെ ഒരു ഫാൻസാണ്. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടതാണ്. പക്ഷേ അത് കുറേ കൂടെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഇതുപോലത്തെ ഒരു കോൺട്രവേഴ്സിയുടെ ആവശ്യം ഇല്ലായിരുന്നു. സിനിമയായിട്ട് തന്നെ കണ്ടുപോകാം, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു വിഭാഗക്കാർക്ക് അത് എന്തായാലും പോകും. അതുണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ഇത് ഒഴിവാക്കാമായിരുന്നു. അല്ല, അതിനെ കുറിച്ചൊന്നും എനിക്ക് ഒന്നാമത്തെ കാര്യം പൊളിറ്റിക്സ് എന്ന് പറയും. അതെ, അതിൻ്റെ അതൊന്നും ഞങ്ങൾക്ക് ഇതില്ല. പക്ഷേ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. പണ്ട് മുതലേ എല്ലാ സിനിമാസും മോഹൻലാലിൻ്റെ പൊതുവെ ഒന്ന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന ഒരു സിനിമയിൽ ഇത് ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സി ഒഴിവാക്കാമായിരുന്നു. അതും പൃഥ്വിരാജിനെ പോലെയുള്ള ഒരാൾക്ക് കുറെ കൂടെ നല്ല രീതിയിൽ എടുക്കാമായിരുന്നു. അത്രയേ ഉള്ളൂ. എടുത്തിരിക്കുന്നത് കൊള്ളില്ല എന്നല്ല. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി, അതുകൊണ്ടാണ് ഈ ലാഗ് ഒത്തിരി വന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ടൂർ പോലെ ആയിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഇത് വന്നു. പക്ഷേ കുറെ കൂടെ എല്ലാവരെയും വരട്ടെ. ഞങ്ങള് അങ്ങനെയാണ് എടുക്കുന്നത്. അല്ല, അത് അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. അതിന് ഇങ്ങനത്തെ ഒരു ഇത് വരാതിരിക്കട്ടെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടെൻഷൻസിൻ്റെ ഇടയിൽ നിന്നാണ് ഒരു സിനിമ കാണാനെന്നും പറഞ്ഞ് വരുന്നത്. ഞങ്ങൾ ഇപ്പം സാധാരണ ഞാനൊരു വീട്ടിൽ ഹൗസ് വൈഫായിട്ട് ഒരാളാണ്. അപ്പോൾ പിള്ളേരെയും കൊണ്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അതാണ് നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ ഇല്ലാണ്ടായി പോകുന്നത്. അതേ ഉള്ളൂ. അല്ലാതെ അത് കുറെ കൂടെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പം എന്ന് വെച്ചാൽ അതിന് കഴിവില്ലാത്തവരല്ലല്ലോ, കഴിവുള്ളവരല്ലേ. കഴിവുള്ളവർക്ക് അത് ചെയ്യാമായിരുന്നു. അതേ ഉള്ളൂ. അതും മാത്രമല്ല, ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു കോൺട്രവേഴ്സി ഇല്ലാതെ കൊണ്ടുപോകാമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അറിവില്ലാത്തവരായിരിക്കണം. ഇത് അറിവുകൾ ഒരുപാട് എല്ലാവർക്കും അതാണ് എൻ്റെ അത് എല്ലാവരും പറയും സിനിമയായിട്ട് കാണണം എന്ന് പറയുന്നു. പക്ഷേ അത് ഈ പറയും പോലെ ഇപ്പോൾ അവർ പറയുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി കാണിക്കുന്നത് നിങ്ങൾ വായിക്കണം എന്ന് പറയുന്നുണ്ട്. എത്ര പേരത് വായിക്കും? എത്ര പേര് വായിക്കും അത്? അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ കാണിക്കും. അല്ല, അതിന് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എടുക്കാമായിരുന്നു അവർക്ക്. അത്രയേ ഉള്ളൂ. അല്ലാതെ സിനിമ തന്നെയാണ്. കുറച്ചുകൂടെ എൻ്റർടൈൻമെൻ്റ് ആയി എല്ലാവർക്കും കാണാം. പണ്ട് എല്ലാവരും വരും, എല്ലാ വിഭാഗക്കാരും വന്ന് സന്തോഷമായിട്ട് കണ്ടിട്ട് പോകും. അങ്ങനെയാണ് നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ.